ഭയങ്കര ഹാപ്പിയാണ്. വേറൊന്നും കൊണ്ടല്ല, ഞാനിപ്പോൾ ഒരു ഷോ കഴിഞ്ഞ് എത്തിയുള്ളൂ. രാവിലെ കുറച്ച് തിരക്ക് വേണ്ടി പോകാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ വൈകിട്ടത്തെ ഷോ പോയി കണ്ടു. തുടരും. ലാലേട്ടൻ തരുൺമൂർത്തി ചിത്രം. എന്താ പടം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇന്നത്തെ ജനറേഷൻ കണ്ടിരിക്കുന്ന ലാലേട്ടനൊന്നും അല്ല. ഞങ്ങളുടെയൊക്കെ കൊച്ചിലത്തെ ഒരു 90s കാലഘട്ടത്തിലുള്ള ലാലേട്ടനെ തിരിച്ചു നിന്ന് തരുൺമൂർത്തി ചേട്ടനെ ഏറ്റവും നെഞ്ചിൽ നിന്ന്, ഒരു ഹൃദയത്തിൽ നിന്ന് താങ്ക്സ് പറയണം. ആ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അങ്ങനെ ആ ലാലേട്ടനെ ബിഗ് സ്ക്രീനിൽ കണ്ടത് ഇപ്പോഴും എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് മാറിയിട്ടില്ല. ഈ മാസം മാത്രം കാണിക്കുന്ന ലാലേട്ടനല്ല, കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടൻ എന്താണെന്ന് വർഷങ്ങൾക്ക് ശേഷം 101% സാറ്റിസ്ഫൈഡ് ആയിട്ട് തിയേറ്ററിൽ നിന്ന് ഞാൻ ഇറങ്ങിയൊരു പടമാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ പഴയ ലാലേട്ടനെ തിരിച്ചു തലമുറ ചേട്ടൻ ഭയങ്കര താങ്ക്സ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് ഇതിൻ്റെ ഒരു പുതിയൊരു പുതുമുഖ നടൻ വരുന്നുണ്ട്, ദ വില്ലൻ. അവന്നവരാരും ഒന്നും കണ്ടിട്ടില്ല, പോസ്റ്റേഴ്സിലൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ടു വാച്ച് ഹിം ഇൻ തിയേറ്റർ. എല്ലാവരോട് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു പുതുമുഖ നടനാണെന്ന് തോന്നിക്കാത്ത രീതിയിൽ നിസ്സാരമായിട്ട് അഭിനയിച്ചു വന്നൊരു നടൻ. ബ്രില്യൻ ഡയറക്ഷൻ, ബ്രില്യൻ സിനിമറ്റോഗ്രാഫി. താങ്ക് യു. ഇതുപോലൊരു മൂവി തന്നേന് തരുൺമൂർത്തി ചേട്ടാ, ലാലേട്ട, യു വെരി മച്ച് താങ്ക്ഫുൾ ഫോർ ദിസ് മൂവി. ഇനിയും ഈ ഒരു കോംബോയിൽ മൂവീസിന് ഇറങ്ങണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. പ്ലീസ് ഡു ഫോർ അസ്. ഞങ്ങൾ തരണം, ഇങ്ങനത്തെ പടങ്ങൾ ഇനിയും തരണം. സോ ഡോണ്ട് മിസ് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. തുടരും മോഹൻലാൽ, തുടരും.